ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈമിംഗ് മരവിപ്പിച്ച വ്യോമയാന മന്ത്രാലയത്തിന്റെ നടപടിക്കെതിരെ പൈലറ്റ്സ് അസോസിയേഷൻ കോടതി നിർദ്ദേശപ്രകാരമുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾക്കെതിരാണെന്ന് ആൽപ കുറ്റപ്പെടുത്തി. പൈലറ്റുമാരുടെയും യാത്രക്കാരുടെയും സുരക്ഷ അപകടത്തിലാക്കുന്ന നടപടിയാണെന്നും ആൽപ ആരോപിക്കുന്നു. ബാലുഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, മാനസികവും ശാരീരികവുമായ വിശ്രമം ഉറപ്പാക്കുന്ന തരത്തിലായിരുന്നു പുതിയ ഡ്യൂട്ടി പരിഷ്കരണങ്ങൾ. അതാണിപ്പോൾ താൽക്കാലികമായെങ്കിലും മരവിപ്പിച്ചിരിക്കുന്നത്. എന്താണ് പൈലറ്റുമാരുടെ അസോസിയേഷനൊക്കെ പറയുന്ന കാര്യം? ഈ പൈലറ്റുമാരുടെ അസോസിയേഷൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാനദണ്ഡം, അതായത് പൈലറ്റുമാരുടെ ഡ്യൂട്ടി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരുന്ന മാനദണ്ഡം അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ഇൻഡിഗോയുടെ ഭാഗത്ത് നിന്ന് ഈ വ്യാജമായ അല്ലെങ്കിൽ കൃത്രിമത്തിലൂടെ ഇത്തരം ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്നതാണ്. ആ പ്രതിസന്ധി അല്ലെങ്കിൽ ആ ഭീഷണിക്ക് സർക്കാരും DGCM വഴങ്ങിയത് കൊണ്ടാണ് ഇതിപ്പോൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നതെന്നും അങ്ങനെ മരവിപ്പിക്കുക വഴി യഥാർത്ഥത്തിൽ യാത്രക്കാരുടെയും ഈ വിമാനയാത്രക്കാരുടെ സുരക്ഷയെ വിമാനയാത്രക്കാരുടെയും അതുപോലെ തന്നെ പൈലറ്റുമാരുടെയും ഒക്കെ സുരക്ഷയെ ബാധിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഈ പൈലറ്റുമാരുടെ സംഘടനകൾ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ പ്രതിസന്ധി കൈവിട്ടു പോയിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് സർക്കാർ വളരെ വേഗത്തിൽ തന്നെ DGCയെ കൊണ്ട് ഈ മാനദണ്ഡം താൽക്കാലികമായെങ്കിലും മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. പക്ഷേ 2 മാസത്തിന് ശേഷം എന്തായിരിക്കും ഇതിൽ തുടർ നടപടി സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ ഇന്നും രാജ്യത്ത് വ്യാപകമായ തോതിൽ ഇൻഡിഗോ വിമാന സർവീസുകൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളിലെ പ്രധാനപ്പെട്ട 4 എയർപോർട്ടുകളിൽ നിന്ന് ഏതാണ്ട് 400-ലധികം വിമാനങ്ങളാണ് ഇതിനോടകം തന്നെ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ ഈ ചെറിയ നഗരങ്ങളിൽ നിന്ന് ഏതാണ്ട് 100-300ഓളം വിമാന സർവീസുകൾ ഇന്ന് ക്യാൻസൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ അത്ര മോശമല്ല ഇന്നത്തെ സാഹചര്യമെങ്കിലും ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഏതായാലും മാറിക്കിട്ടുന്നതിന് ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്നാണ് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. യാത്രക്കാർ വലിയ തോതിലുള്ള ഒരു വിഷമസന്ധിയിലാണ് എത്തിയിട്ടുള്ളത്. കാരണം ഈ പെട്ടെന്ന് ഈ വിമാന സർവീസുകൾ ക്യാൻസൽ ചെയ്യുന്നു. ബദൽ മാർഗങ്ങളിലേക്ക് നോക്കുമ്പോൾ മറ്റു വിമാന കമ്പനികളുടെയൊക്കെ ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുകയാണ്. ഇപ്പോഴും വലിയ തോതിലുള്ള ഈ ടിക്കറ്റ് നിരക്കാണ് ഉള്ളത്. പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ പല പാർലമെന്റ് അംഗങ്ങളും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും മറ്റും കേരളത്തിൽ എത്തേണ്ടതായിരുന്നു. പക്ഷെ അവരിൽ പലർക്കും അതിന് സാധിക്കാതെ ഡൽഹിയിൽ കഴിയേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അടുത്ത 1-2 ദിവസം കൂടി ഇതേ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ്, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഇതുപോലെ തുടരുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ശരി ബാലു.